ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഈ വ്ളോഗ് ഞങ്ങൾ ചെയ്യുന്നത് കടലുണ്ടി ബേർഡ് സാഞ്ചുറിയിൽ നിന്നാണ്. കടലുണ്ടി ബേർഡ് സാഞ്ചുറി വളരെ ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളതാണ്. പക്ഷെ ഇത്ര കാലമായിട്ടും ഞങ്ങൾ അവിടെ പോവുകയോ അതൊന്ന് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു നഷ്ടമായി പോയെന്ന് ഇന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഈ കാണുന്ന പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് കടലുണ്ടി റെയിൽ ദുരന്തം നടന്നില്ലേ, ആ പാലം പുതുക്കി പണിതതാണിത്. അത് പോയപ്പോൾ അവിടുത്തെ അവിടുന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഞങ്ങളെ ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ വളരെ എന്താ പറയുക, അവർ നേരിട്ട് കണ്ട അനുഭവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു കേട്ടോ. നമുക്കറിയാമല്ലെങ്കിലും അത് ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. നല്ലത് പുതുക്കി പണിതതാണ്. ഈ കാണുന്നതാണ് കണ്ടൽക്കാട്. ഈ കണ്ടൽക്കാടിന് എന്തോ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. നക്ഷത്രക്കണ്ടൽ എന്നുള്ള മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് പക്ഷെ അവിടേക്ക് പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളം അത്രയും പൊങ്ങി വരുന്നില്ല. അതൊരു 5 മണി കഴിയുമ്പോഴൊക്കെ അവിടേക്ക് അത്യാവശ്യമുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷെ 5 മണി വരെ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ പറ്റും. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ നമുക്ക് അതിനേക്കാളേറെ എന്താ പറയുക, അത്ഭുതങ്ങളുള്ള സംഭവമായിരുന്നു. കണ്ടില്ലേ ഇതിൻ്റെ ഈ വേരിന് താങ്ങുവേരെന്നാണ് തോന്നുന്നു പറയുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ. നല്ലൊരു എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയ സംഭവം കേട്ടോ. നമുക്ക് കണ്ടൽക്കാടുകളും അതിൻ്റെ എന്താ പറയുക ഉപയോഗങ്ങളും ഒക്കെ അറിയാമെങ്കിലും പക്ഷെ നേരിട്ട് കാണാൻ സാധിച്ചത് ഇപ്പോഴാണ്. പക്ഷെ നേരത്തെ ഒന്ന് കാണണമായിരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ തോന്നി. ഇതിനുള്ളിലൂടെയുള്ള യാത്ര വളരെ എന്താ പറയുക, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള നല്ലൊരു മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഞങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കളും കൂടി ഉള്ളതുകൊണ്ട് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിങ് നടത്തുന്നത്. അവർക്കും നല്ല ഇഷ്ടമായി. അവർക്ക് വലിയ ആൾക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോ സിസ്റ്റം, ഓരോ പല ടൈപ്പ് കണ്ടലുകളുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഫോട്ടോഷൂട്ടിനായിട്ടും കുറച്ച് നേരം അവരവിടെ സ്റ്റോപ്പാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്ലോലി ഞങ്ങൾ ഈ കണ്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിൽ പൂക്കളും ഒക്കെ ഉണ്ടായി വരുന്നത് കാണിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്ര കണ്ടില്ലേ ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തത്, അതിൻ്റെ ഒരു ചെടി ഈ ഭാഗത്തുണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ നക്ഷത്ര കണ്ടൽ എന്നുള്ള അതിൻ്റെ പേര് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവിന് നക്ഷത്രത്തിൻ്റെ ഒരു സ്റ്റാറിൻ ഫീലിംഗ് ഉള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. കാണുമ്പോൾ അടുത്ത വ്ളോഗിൽ അത് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റ, സീ യു.